ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന് സൈഡിലുള്ള ഒരു ബെല്ലിലെ നോട്ടിഫിക്കേഷൻ ഐക്കണാണ്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മളിന്ന് എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു 3 ടീസ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക. ഒരു പാനിൽ എണ്ണ എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക. ആ പാനിൽ ഫുഡിലും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട എടുക്കുക. കൂടുതൽ മുട്ട വേണമെന്നുള്ളവർ കൂടുതൽ മുട്ട എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളകും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അരിയുടെ പ്രിപ്പറേഷൻ ഉള്ളത്, ആദ്യം കുറച്ച് ആവശ്യത്തിന് വെള്ളം എടുക്കുക. അതിലേക്ക് എത്രയാണ് അരി എടുക്കുന്നത് അത്രയും വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബിരിയാണി അരി ഒരു അരമണിക്കൂറെങ്കിൽ കുതിർത്ത് വയ്ക്കുക. ആ കുതിർത്ത് വെച്ച ബിരിയാണി അരി നമുക്ക് ഈ ചൂടായ വെള്ളത്തിലേക്കിടാം, തിളച്ച വെള്ളത്തിലേക്കിടാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഒരു 1/4 ഒരു 90-80-90% വെന്ത് വന്നിട്ടുണ്ട്. ആ ഉള്ളു വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം മാറ്റിയിട്ട് നമുക്ക് അരി മാറ്റി വയ്ക്കാം. പിന്നെ വേറൊരു പാനിൽ, ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണയും അതേപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ എടുക്കുക. എന്നിട്ട് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള, വലിയ ഉള്ളി സവാള എടുത്തിട്ട് ഒന്ന് വശക്കുക. അതിലേക്ക് 1/2 കപ്പ് ബീൻസും കൂടെ, ചെറുതായിട്ട് അരിഞ്ഞ ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വശക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് ക്യാരറ്റും കൂടെ, അതും കൂടെ ഇടുക. അത് മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് കൂടുതൽ ചെറുതായിട്ടിരിക്കുമ്പോഴേ നല്ലൊരു ഭംഗിയായിട്ടൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെറുതാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് വശക്കി എടുക്കുക. ഫുള്ളും കൂടെ ഒന്ന് മൊത്തം മിക്സാക്കി എടുക്കുക നന്നായിട്ട്. എന്നിട്ട് പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക. അതേപോലെ ആവശ്യത്തിന് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഫുള്ളൊന്ന് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വശക്കാം. ഇതിപ്പം ഏകദേശം വശന്ന് വന്നിട്ടുണ്ട്. ഈ വശന്ന് വന്നതിന് ശേഷം ഒരു ടീസ്പൂണിൽ 2 ടീസ്പൂൺ വിനീഗർ കൂടെ ഇടാം. അത് പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനീഗർ നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വിനീഗർ ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ സോയ സോസ്, പിന്നെ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ്, 1-2 ടീസ്പൂൺ ഇടാം. പിന്നെ 1 ടീസ്പൂണ് ചില്ലി സോസ്. ഈ പുളിപ്പ് കൂടുതൽ അതേപോലെ എരി കൂടുതലൊക്കെ വേണമെങ്കിൽ മാത്രം ചില്ലി സോസും സോയ സോസും കൂടുതൽ ഉപയോഗിച്ചാൽ മതിയാകും. ഓക്കെ, ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഇട്ടാൽ മതിയാകും. എന്നിട്ട് അരി നമുക്ക് അതിലേക്കിടാം. നമ്മൾ കുതിർന്ന് കിട്ടാൻ വേണ്ടി സൈഡിൽ സോക്ക് ചെയ്ത് വെച്ച അരി നമ്മൾ ഏകദേശം 90% വേവിച്ചെടുത്ത അരി എടുക്കുക, അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഫുള്ളൊന്ന് പിടിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച മുട്ട അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. നമ്മൾ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില, സ്പ്രിംഗ് ഒനിയൻ വേണം എന്നുള്ളവർക്ക് സ്പ്രിംഗ് ഒനിയൻ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ടൊമാറ്റോ സോസ് വെച്ചിട്ട് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഗൈസ്.